ഫെബ്രുവരി 28-ന് അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഖമനേയി കൊല്ലപ്പെട്ട് 106-ാം ദിവസത്തിലാണ് ഇറാൻ അദ്ദേഹത്തിന്റെ സംസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈ 9-ന് സംസ്കാരം നടത്താനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനം. ഫെബ്രുവരി 28-നാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി രാജ്യത്തുടനീളം 3 ദിവസം നീണ്ടുനിൽക്കുന്ന വിലാപയാത്ര സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ അന്തിമ ധാരണയിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ ഈ പ്രഖ്യാപനവും വരുന്നത്. അമേരിക്കയുമായി ഉടൻ തന്നെ നയതന്ത്ര ധാരണ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഖമനേയിയുടെ സംസ്കാര തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇറാൻ തയ്യാറെടുത്തതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. സംസ്കാര ചടങ്ങുകളിലേക്ക് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് പരമോന്നത നേതാവിന്റെ സംസ്കാരം ഇത്രയും നാൾ വൈകാൻ കാരണമായത്. ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. അത്തരമൊരു സാഹചര്യത്തിൽ സുരക്ഷാ വെല്ലുവിളിയാകുമെന്നായിരുന്നു ആശങ്ക. ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനേയിയെ മാർച്ച് 8-ന് പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. ഇറാൻ യുദ്ധത്തിലെ ഏറ്റവും വലിയ നഷ്ടം ആയത്തുള്ള അലി ഖമനേയിയായിരുന്നു. ടെഹ്റാനിലും ഖോമിലും മഷ്ഹദിലുമായി ജൂലൈ 4 മുതൽ തുടങ്ങുന്ന വിലാപയാത്രകൾക്ക് ശേഷം ജൂലൈ 9-ന് ഷിയ ഇമാമായിരുന്ന ഇമാം റിസയുടെ മഷ്ഹദിലെ പുണ്യകേന്ദ്രത്തിൽ അദ്ദേഹത്തെ സംസ്കരിക്കും. ഈ മാസം പകുതിയോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്കാര ചടങ്ങുകൾ സമാധാന ധാരണ നീണ്ടതോടെയാണ് നടക്കാതെ പോയതും. ഇതാദ്യമായാണ് ഇറാൻ തീയതി പ്രഖ്യാപിക്കുന്നതും. മരണത്തിന് ശേഷം ഖമനേയിയുടെ ഒരു ചിത്രമോ മറ്റു വിവരമോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആക്രമണത്തിന് ശേഷം ഇതുവരെ പൊതുരംഗത്ത് വന്നിട്ടില്ലാത്ത നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പങ്കെടുക്കുമോ എന്നത് ലോകം കാത്തിരിക്കുകയുമാണ്. അതിനിടെ ഇറാൻ US സമാധാന ധാരണ ഇന്ന് ഒപ്പുവെക്കുമെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ധാരണ ഒപ്പിട്ടാൽ ഉടനടി ഹോർമുസ് തുറക്കും. സമ്പുഷ്ടീകരിച്ച യുറേനിയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് 60 ദിവസത്തിനകം അന്തിമ കരാർ രൂപീകരിക്കും. എന്നാൽ ധാരണയിൽ അന്തിമ രൂപമായിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതിനിടെ ആണവ പദ്ധതിയുടെ ഭാഗമായി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം ശേഖരം US സൈന്യം പിടിച്ചെടുക്കുമെന്ന വാർത്തകൾക്കിടെ ഇറാൻ അതിന്റെ സുരക്ഷ അപകടകരമാം വിധം കൂട്ടിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. യുറേനിയം ഒളിപ്പിച്ച ഭൂഗർഭ അറകൾ ഇറാൻ അടച്ചുപൂട്ടുകയും അവിടെ കുഴിബോംബുകളും സ്ഫോടക വസ്തുക്കളും സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെയുള്ള തുരങ്കങ്ങൾ തകർക്കുകയും പ്രവേശന കവാടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് കെണിയൊരുക്കുകയും ചെയ്തതായി US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് US ചാനലായ CNN ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനും അമേരിക്കയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യമായിരുന്നു ഈ യുറേനിയം ശേഖരം സുരക്ഷിതമാക്കുക എന്നത്. ഇക്കാര്യം അമേരിക്കയുടെ പ്രധാന മുൻഗണനയാണെന്ന് പ്രസിഡന്റ് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇത് പിടിച്ചെടുക്കാൻ US സൈന്യത്തിന് താൻ ഉത്തരവ് നൽകിയേക്കുമെന്ന് ട്രംപ് പരസ്യമായ സൂചനയും നൽകിയിരുന്നു. മെയ് പകുതിയോടെ യുറേനിയം പിടിച്ചെടുക്കാൻ US സൈന്യം തയ്യാറെടുക്കുന്നതായി വാർത്തകളും വന്നു. പിന്നീട് അപകട സാധ്യത മുൻനിർത്തി അമേരിക്ക പദ്ധതി ഉപേക്ഷിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ബലം പ്രയോഗിച്ച് യുറേനിയം വീണ്ടെടുക്കുന്നതിലെ അപകട സാധ്യത ട്രംപ് നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാൻ പുതിയ സജ്ജീകരണങ്ങൾ സ്ഥാപിച്ചതും. ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച 1/2 ടണ്ണോളം വരുന്ന യുറേനിയമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും മധ്യ ഇറാനിലെയും ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിലാണ് സൂക്ഷിച്ചതെന്നാണ് കരുതപ്പെടുന്നതും. ഇതിന്റെ ചില ഭാഗങ്ങൾ മറ്റു കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചതായും അമേരിക്കൻ ഇന്റലിജൻസ് കരുതുന്നുണ്ട്. ഇവ സൂക്ഷിച്ച ഭൂഗർഭ അറകളുടെ തുരങ്കം തകർക്കുകയും ഇവിടെ കുഴിബോംബ് സ്ഥാപിക്കുകയും ചെയ്തതായാണ് പുതിയ വിവരം. അങ്ങനെ വന്നാൽ ഇവിടെ എത്തിച്ചേരുക പഴയതിലും ബുദ്ധിമുട്ടായിരിക്കും. ഇറാന് പോലും അത് നീക്കം ചെയ്യാൻ പ്രയാസമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. US ഇറാൻ സമാധാന കരാറിൽ US മുന്നോട്ട് വെച്ച പ്രധാന വ്യവസ്ഥ സമ്പുഷ്ട യുറേനിയം USന് കൈമാറണമെന്നായിരുന്നു. യുറേനിയം അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുകയും പിന്നീട് ഇറാന് പുറത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു USന്റെ പദ്ധതി. കരാറിലേക്ക് ഇരുപക്ഷവും കൂടുതൽ അടുക്കുന്നതിനിടയിലാണ് ഈ പുതിയ വിവരവും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.